ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥയെ തുടർന്ന് നെടുങ്കണ്ടത്തെ ബേഡുമിട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായതോടെ പ്ലാന്റിന് ചുറ്റും മാലിന്യങ്ങൾ കുന്നുകൂടിയ നിലയിലാണ്. പ്ലാന്റിലേക്കുള്ള റോഡിന്റെ വശങ്ങളിൽ വരെ ടൺ കണക്കിന് മാലിന്യം കൂട്ടിയിട്ടിരിക്കുകയാണ്. മുമ്പ് മാലിന്യ സംസ്കരണത്തിന് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും അവാർഡ് നേടിയ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ഒരു പ്രദേശമാകെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. ജില്ലയിലെയും സംസ്ഥാനത്തെയും മികച്ച മാലിന്യ സംസ്കരണത്തിന് അവാർഡ് നേടിയ നെടുങ്കണ്ടം പഞ്ചായത്തിലാണ് അധികൃതരുടെ അനാസ്ഥ മൂലം പ്രദേശവാസികൾക്ക് ദുരിതമായി മാലിന്യങ്ങൾ പഞ്ചായത്ത് തന്നെ തള്ളുന്നത്. പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കുകയും ഇവ ജൈവവളമാക്കി മാറ്റുകയും ചെയ്തിരുന്ന പ്ലാന്റിനാണ് ഈ ദുർഗതി. ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വാഹനത്തിലെത്തിച്ച് പ്ലാന്റിന് സമീപത്തെ റോഡിൽ നിക്ഷേപിച്ച നിലയിലാണ്. റോഡിലും കെട്ടിടത്തിന്റെ വശങ്ങളിലും ഉള്ളിലുമായി ടൺ കണക്കിന് മാലിന്യങ്ങളാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. മഴക്കാലമായതോടെ ഇവ ചീഞ്ഞളിഞ്ഞ് പ്രദേശത്ത് ദുർഗന്ധം വ്യാപിച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ജീവിക്കാൻ മേലാത്ത ഒരവസ്ഥയിലാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളടക്കം പ്രായമായ ആൾക്കാരടക്കം ഒക്കെ ഈ പ്രദേശത്ത് താമസിക്കപ്പെടുന്നു എന്നുള്ള ഒരു ബോധ്യം പഞ്ചായത്തിനുണ്ടായിട്ട് പോലും വേണ്ടത്ര രീതിയിൽ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് സംരക്ഷിക്കുവാൻ ഇന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. നെടുങ്കണ്ടത്തിന്റെ വിവിധ പ്രാന്തപ്രദേശങ്ങളിലുള്ള എല്ലാ മേഖലകളിലുള്ള വേസ്റ്റുകളും അടിച്ചുവാരി കൊണ്ടുവന്ന് ഇവിടെ കൂട്ടി ഈ രീതിയിൽ ഡംപ് ചെയ്യുന്നതല്ലാതെ ആ തൊഴിലാളികൾക്ക് വേണ്ടത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ പോലും വേണ്ട രീതിയിൽ ഒരുക്കി കൊടുക്കുവാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയുന്നില്ല എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കപ്പെടാതിരിക്കുവാൻ കഴിയില്ല. അസഹനീയമായ ദുർഗന്ധം മൂലം വീടുകളിൽ താമസിക്കാൻ സാധിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ്, വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം, വളം നിർമ്മാണ യൂണിറ്റ് ഉൾപ്പെടെ പ്ലാന്റിലെ സംവിധാനങ്ങളെല്ലാം നിശ്ചലമായ അവസ്ഥയിലാണ്. ഇവിടെ ഒന്ന് വൃത്തിയാക്കാനുള്ള വെള്ളം പോലും ഇവിടെ ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഈ മാലിന്യ പ്ലാന്റ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇവിടെ ഒരു മോട്ടറുള്ളത് കേടായിരുന്നിട്ട് വർഷങ്ങളായി. അതൊന്ന് നന്നാക്കാൻ പോലും ഈ ഭരണസമിതിക്ക് കഴിയുന്നില്ല. 6 ജീവനക്കാരാണ് ഇപ്പോൾ പ്ലാന്റിലുള്ളത്. ഇവർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യുന്നതിനാവശ്യമായ യാതൊരു സൗകര്യങ്ങളും പഞ്ചായത്ത് ഒരുക്കി കൊടുക്കുന്നില്ല. ഇവരും രോഗഭീഷണിയിലാണ്. കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങൾ നായ്ക്കളുടെ വിഹാര കേന്ദ്രമായും മാറിയിട്ടുണ്ട്. 5 വർഷം മുമ്പ് പ്ലാന്റിലെ മുഴുവൻ മാലിന്യങ്ങളും യഥാസമയം സംസ്കരിച്ച് വളവും മറ്റ് ഉൽപ്പന്നങ്ങളുമാക്കി മാറ്റിയിരുന്നു. പ്ലാന്റ് മനോഹരമാക്കുന്നതിനായി പൂച്ചെടികൾ ഉൾപ്പെടെ ഇവിടെ വെച്ചുപിടിപ്പിച്ചിരുന്നു. എന്നാൽ ഈ പൂന്തോട്ടത്തിൽ വരെ ഇപ്പോൾ മാലിന്യങ്ങൾ തള്ളിയിരിക്കുകയാണ്. വളരെ മനോഹരമായ രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റാണിത്. 2015-20 കാലഘട്ടത്തിൽ വളരെ മികച്ച രീതിയിൽ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് മുന്നോട്ട് പോയതിന് സ്റ്റേറ്റ് തലത്തിൽ തന്നെ അവാർഡ് നേടുകയും മറ്റുള്ള പഞ്ചായത്തുകൾക്ക് മാതൃകയാകത്തക്ക രീതിയിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റാണ് ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നാട്ടുകാരെ മാലിന്യ സംസ്കരണം പഠിപ്പിക്കുന്ന പഞ്ചായത്ത് തന്നെയാണ് ഒരു പ്രദേശം മുഴുവൻ മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത്. ബേഡുമെട്ട് പ്ലാന്റിനോട് പഞ്ചായത്ത് കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്ന് പഞ്ചായത്ത് അംഗങ്ങളായ MS മഹേശ്വരൻ, ഷിഹാബ് ടിക്കൽ, രാജേഷ് ജോസഫ് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.